ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രേവസ് വ്ലോഗ്. ഞാൻ രേവതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഓണാഘോഷമാണ്. ഈ കൊറോണ സമയത്ത് ഞങ്ങൾ സാധാരണ ഓണം വന്നു കഴിഞ്ഞാൽ ഉച്ചവരെ വീട്ടിലും ഉച്ചയ്ക്ക് ശേഷം തറവാട്ടിലേക്ക് പോയിട്ട് എല്ലാവരുമായിട്ട് ഓണം ആഘോഷിക്കുമായിരുന്നു. അമ്മയും അമ്മയുടെ ചേച്ചിമാരും അനിയത്തിമാരും എല്ലാവരുമായിട്ട് തറവാട്ടിൽ അടിപൊളിയാക്കും ഓണം. ഇപ്രാവശ്യം പിന്നെ നമുക്ക് അങ്ങനെയൊന്നും പുറത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ എങ്ങനെ ഓണം ആഘോഷിച്ചെന്ന് കാണാം. ഇതാണ് ഞങ്ങളുടെ പൂക്കളം. ഇത് കണ്ടിട്ട് മോളും അതുപോലെ പൂക്കളം ഉണ്ടാക്കുകയാണ്. അത് ഇതിൽ നിന്ന് പൂക്കൾ എടുത്തിട്ടാണ് ഉണ്ടാക്കണത്. എന്താ പിന്നെ ചെയ്യണേ? എന്താ ചെയ്യണേലേക്ക് കൂട്ടാ? ഇങ്ങോട്ട് നോക്കൂ. അതെയോ? ഇട്ടോളൂ. അത്യാവശ്യം കുഴപ്പമില്ലാതെ മോള് പൂക്കളം ഇട്ടിട്ടുണ്ട്. കാരണം ഇത് അധികം ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ജസ്റ്റ് അത് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാണ്. ഈ പൂക്കളൊക്കെ ഇങ്ങനെ നീക്കണത് ഞാൻ ആ വലിയ പൂക്കളം ഇടുന്ന സമയത്ത് ഞാനിങ്ങനെ കൈകൊണ്ട് നീക്കിയിരുന്നു. അത് നോക്കി വെച്ചിരുന്നു. അതാ അതങ്ങനെ നീക്കണത്. പൂക്കളം ഇടൽ കഴിഞ്ഞു. അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ പൂരാടം മുതൽ അവിട്ടം വരെയുള്ള ദിവസം, അതായത് ഈ 4 ദിവസം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ഈ 4 ദിവസവും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പഴം പുഴുങ്ങിയതും പപ്പടമാണ്. ശരിക്കും ഞങ്ങളുടെ ട്രിവാൻഡ്രം സൈഡിലൊന്നും ഇങ്ങനൊരു ബ്രേക്ക്ഫാസ്റ്റേ ഇല്ല. ഞാൻ കല്യാണം കഴിച്ച് ആദ്യം ഇവിടെ വന്നപ്പോഴത്തേലും എനിക്ക് ഭയങ്കര അതിശയം തോന്നി ഇത് കഴിക്കുമ്പോൾ. പിന്നെ ഇപ്പോൾ ഇത് ശീലമായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ കഴിഞ്ഞപ്പോഴത്തേലും പിന്നെ മോളുടെ ഓരോ കുസൃതികളും വീഡിയോ എടുക്കലായിരുന്നു ഓണത്തിൻ്റെ അന്ന്. ഞാൻ ആദ്യമേ മോളുടെ ഒരു വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോള് നല്ല വികൃതിയാണ്. ശരിക്കും നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവുള്ളൂ എത്ര വികൃതിയാണ്. ഒരു സമയം വെറുതെ ഇരിക്കില്ല, അത്രയും കുറുമ്പിയാണ്. ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോയി നോക്കാം സദ്യവട്ടം എന്തായിന്ന്. എന്താ സദ്യ? സദ്യക്ക് ഏകദേശം എല്ലായി. ഇനിയിപ്പോൾ ഇതാ അവസാനത്തെ ഓല ഉണ്ടാക്കുക. ഓലൻ്റെ തമ്പാലൊഴിക്കുകയാണ്. പിന്നെ പായസം നമ്മുടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തിട്ടാൽ മതി. സാമ്പാറായി. സാമ്പാറിലേക്ക് ഓക്കെ, നമ്മുടെ സദ്യതേ ഒക്കെ ഇവിടെ റെഡിയാണ്. സാമ്പാറിലേക്ക് എരിശ്ശേരി, ഓലൻ നമ്മൾ അന്ന് കണ്ടത് പടവലങ്ങയാണ്. വീട്ടിൽ ചെയ്തേക്കുന്നത് ഇളവം വെച്ചിട്ടാണ്. സെയിം അതേ ആ രീതിക്ക് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലേക്ക് അമ്മ അതേ കറിവേപ്പില, വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ഓക്കെ. അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ആ ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് പഞ്ചസാര പായസമാണ്. സദ്യക്ക് വേണ്ടിയിട്ടുള്ള ഇലയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ വർക്കിംഗ് ഏരിയ. നിങ്ങളത് കണ്ടില്ല എന്ന് വേണ്ട. ഇതാണ് സംഭവം. ഇവിടെ വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്ത് കാണിക്കുന്നത്. പുതിയ സ്റ്റവ് മേടിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ടാണ് ചെയ്യുക. ഈ ഭാഗത്ത് വെച്ചിട്ടാണ് ചെയ്യണത്. എനിക്ക് സ്വന്തമായിട്ട് സ്റ്റവ് കിട്ടി, ഒറ്റ സ്റ്റവ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഇവിടെ തന്നെ ആയിരിക്കും എല്ലാം ചെയ്യുക. ഇതായത് കാരണം കിട്ടണമെന്നില്ല. എങ്കിലും കണ്ടോളൂ.
ഇതാണ് പഞ്ചസാര പായസം, നമ്മുടെ പാൽ പായസം. അരിയാണ് നുറുക്കരി കണ്ടോ. ഓക്കെ, ഓലനും അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം 1 മണി കഴിഞ്ഞിരുന്നു. അപ്പോഴത്തേലും പിന്നെ ഞങ്ങൾ സദ്യ കഴിക്കേണ്ട പരിപാടിയായി. അതിന് ഞാൻ ഷൂട്ട് ചെയ്യായിരുന്നു, അമ്മ വിളമ്പി കൊടുത്തു. മോളങ്ങനെ തന്നെ കഴിക്കത്തൊന്നുമില്ല. പിന്നെ അച്ഛ ഇരിക്കുമ്പോഴത്തേലും അച്ഛയുടെ കൂടെ ഇങ്ങനെ ഇലയിട്ട് വെറുതെ ഇരിക്കണമെന്നേ ഉള്ളൂ, കഴിക്കത്തൊന്നുമില്ല. മോൾക്ക് മുരിങ്ങക്കായ നല്ല ഇഷ്ടമാണ്. അതിപ്പോൾ ആര് കഴിച്ചാലും അവള് മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ അവള് ചോദിച്ച് മേടിച്ച് അവളുടെ പ്ലേറ്റിൽ വെക്കും. ഏട്ടനും മോളും ഉണ്ട് കഴിഞ്ഞപ്പോഴത്തേലും പിന്നെ ഞാനും അമ്മയായി. ഞങ്ങളുടെ സദ്യ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേലും ഏട്ടൻ്റെ പെങ്ങളും കുട്ടിയും ഹസ്ബൻഡും വന്നു. ഹാപ്പി കുട്ടാ, ഹാപ്പി ഓണം. നന്നായിട്ടൊക്കെ ചിരിച്ചിരുന്നോ? വ്ളോഗാണ്. ഒരു ഫാമിലി വന്നിട്ടുണ്ട്, ഇനി അടുത്ത ഫാമിലി ഇപ്പൊ എത്തും. ഒന്നും കൂടിയേ. ഒന്നുകൂടി ഹാപ്പി ഓണം പറയും. അമ്മേ അമ്മേ ഇത് അമ്മ, ഇതെന്റെ ഹസ്ബൻഡ്. അമ്മയുടെ പേര് മധുബാല എന്നാണ്. അമ്മ റിട്ടയർഡ് HM ആണ്. വീഡിയോ എടുക്കണത് എന്റെ അനിയത്തി. വീഡിയോഗ്രാഫറെ കാണിച്ചു തരാം കേട്ടോ. അയ്യോ നോ, അത് പറ്റില്ല. അമ്മ പറഞ്ഞോളൂ. എല്ലാവർക്കും ഹാപ്പി ഓണം. ഇതെന്റെ ഹസ്ബൻഡ് പേര് രാജീവ് എന്നാണ്. ആളെ കുറെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മീൻ പിടിക്കുന്നതും ഒക്കെ ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് പോവാൻ വേണ്ടിട്ടാണ്. ഹാപ്പിയുടെ ശരിക്കുള്ള പേര് പറഞ്ഞു കൊടുക്കൂ. മതി, അവൾക്ക് അത്ര ശേഷിയുള്ളൂ. അവൾക്ക് അത്ര ശേഷിയുള്ളൂ. അവൾക്ക് കാലിന് കുറച്ച് നീളമുണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ഹൈറ്റ് ഒന്നും വെക്കണ്ട, അവളുടെ കാല് മാത്രം മതി. കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഭർത്താവിനെയും കൂടി ഒന്ന് കാണിക്കട്ടെ. എന്റെ ഭർത്താവിനെയും കൂടി പരിചയപ്പെടുത്തലൊക്കെ കഴിഞ്ഞപ്പോഴത്തേലും കുഞ്ഞന്മാർക്ക് ഊഞ്ഞാലാടണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു ഊഞ്ഞാലൊക്കെ ഞങ്ങൾ നേരത്തെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേർക്കും ഒരുമിച്ച് ആടണം പറഞ്ഞിട്ട് അവർ ആ ഒരു തിരക്കിലേക്ക് പോയി. വൈകുന്നേരത്തോട് കൂടിയിട്ട് അടുത്ത ഫാമിലിയും കൂടി എത്തി. ഏട്ടൻ്റെ വേറൊരു പെങ്ങള്, മൂത്ത പെങ്ങളാണ്. ആളുടെ ഹസ്ബൻഡും 2 കുട്ടികളും അവരും എത്തി. അങ്ങനെ ഞങ്ങളുടെ ഗസ്റ്റ് എന്ന് പറയാൻ ഇവർ രണ്ടുപേരുമാണ്, 2 ഫാമിലിയാണ്. അങ്ങനെ അവരും കൂടി എത്തിയപ്പോഴത്തേലും ആകെ ബഹളമായി. അവരും കൂടി എത്തിയപ്പോഴത്തേലും അടുത്ത ഊഞ്ഞാലാട്ടം, അടുത്ത പരിപാടിയായി.
അക്കൂട്ടത്തിലേക്ക് ഏട്ടൻ്റെ പെങ്ങളും കൂടി ഊഞ്ഞാലാടാൻ. ശരിക്കും നമ്മളെല്ലാവരും മിസ് ചെയ്യണ ഒരു കാര്യമാണ് ഈ ഊഞ്ഞാലാട്ടവും ഇതൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടായി. എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ ഒരു ഊഞ്ഞാൽ കെട്ടിത്തന്നു. ആളുടെ ഒരു ഫ്രണ്ടും കൂടി ചേർന്നിട്ട് ഊഞ്ഞാലും കെട്ടിത്തന്നു. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഓണപ്പരിപാടികൾ ഉണ്ടായിരുന്നത്. ഹാപ്പി കൊട്ടാൻ അറിയോ? ആ എനിക്ക് കൊട്ടും. ചിരിച്ചോ? കുട്ടി ചിരിച്ചോളൂ, എത്ര വേണോ ചിരിച്ചോളൂ കേട്ടോ. ചിരിച്ചോണ്ട് കൊടുത്തോളൂ. അനിയത്തിൻ്റെ കുട്ടിയുടെ ചെണ്ട കൊട്ടൽ കഴിഞ്ഞപ്പോഴത്തേലും എൻ്റെ മോളുടെ ഫാഷൻ ഷോ ആയിരുന്നു. അതാ മുടിയൊക്കെ നീട്ടി വെച്ചിട്ട് പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളുടെ വൈകുന്നേരം വരെ ഞങ്ങൾ അങ്ങനെ എല്ലാവരും ഇങ്ങനെ സംസാരിച്ചിരുന്നു, ഓരോ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ രാത്രി ചിക്കൻ ഉണ്ടാക്കിയിരുന്നു, ഗ്രിൽഡ് ചിക്കനും. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും. അതെല്ലാം ഉൾപ്പെടുത്തി ഞാൻ അടുത്ത വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ അതിൽ ഞാൻ ഞങ്ങൾ പുറത്ത് വെച്ചിട്ടാണ് ഗ്രിൽഡ് ചിക്കനൊക്കെ ഉണ്ടാക്കിയത്. അതും പിന്നെ ഞങ്ങളുടെ ഒരു സന്തോഷവും എല്ലാം കൂടി ചേർത്തിട്ട് ഞാനൊരു വ്ളോഗും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ. ആരോ എന്നോട്ടോ ബാഹുബലി എന്ന് പറഞ്ഞിട്ടാണ് കേൾക്കുന്നത്.